കുടുംബത്തിൽ താമസിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ എല്ലാവർക്കും നമസ്കാരം. റസൂൽ പൂക്കുറ്റിയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, റസൂൽ കുറ്റി ഇപ്പോൾ കുറ്റിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങളെല്ലാവരും ഒരു പോസ്റ്റ് കണ്ടില്ലേ? അതായത് നമ്മുടെ സജന ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു, ഒരു വിജലിമ്പിച്ച് പോയൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് കിടുങ്ങിയായിരുന്നു. ആ കിടുക്കൻ മാറാൻ എനിക്കിനി ഒരു 3 ആഴ്ചയും കൂടി വേണ്ടി വരും. ഇത്രയും പച്ചവെള്ളം ചവച്ച് കുടിക്കണ പിഞ്ച് പാവമായിരുന്നു നമ്മുടെ സജിന. അച്ചൂടാ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ സജിന എന്നുള്ള ഇട്ടിട്ടുള്ള പോസ്റ്റ് കാണാത്തവർക്ക് ഒന്നുകൂടി കാണാം. റസൂൽ കുറ്റിയുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് 9 വീക്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് റസൂൽ പൂക്കുറ്റി അടിച്ച് കിണ്ടിയായിരിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. പൂക്കുറ്റി കണ്ട, പൂക്കുറ്റിയായിട്ട് തന്നെ ഇരിക്കണം കണ്ട. കടലമ്മ കറക്ക് ആ സെറ്റപ്പിൽ പൂക്കുറ്റിയായിട്ടിരിക്കുകയാണ് റസൂൽ പൂക്കുറ്റി. അപ്പോൾ സജിന വിചാരിച്ചിരുന്നു നാട്ടുകാർ മൊത്തം ഇപ്പോൾ എന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് വാരിക്കോരി അഭിനന്ദനങ്ങൾ അറിയിച്ച് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് ഇപ്പോൾ വാരിക്കോരി തരുമെന്ന് സജിന അങ്ങോട്ട് വിചാരിച്ച് മുഞ്ചി. ഇപ്പം പോസ്റ്റ് മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാ പറ്റി മോളെ? എന്നാലും മോളെ നീ എന്നാത്തിനാ പോസ്റ്റ് മുക്കിയത്? കണ്ടപ്പം ഇച്ചതിന് സങ്കടം സത്യം. നിനക്ക് എന്ത് പറ്റിയെന്നായിരുന്നു ഞാൻ ആലോചിച്ചു. അപ്പോൾ എന്തായാലും പോസ്റ്റ് മുക്കി. ചിരി കണ്ടാൽ അത് മതി. ആ ചിരിയിലുണ്ട് 7 അഴക്. അപ്പോൾ കുഴപ്പമില്ല. വയറൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഐഫോണാണ് കേട്ടോ, ഐഫോണൊക്കെയാണ്. ഇതെന്താ ഡയമണ്ട് സിമ്പിളൊക്കെ കൊള്ളാം. അങ്ങനെ സജിന ഈ ഇട്ടിട്ടുള്ള സ്റ്റോറി മുക്കി പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തു പറ്റിയടി? ഹണി ട്രാപ്പുമായിട്ട് വന്ന് മുഞ്ചിയതാണെന്ന് മനസ്സിലായി. അതായത് വേറൊന്നുമല്ല, റസൂൽ പൂക്കുറ്റിക്കുള്ള ഒരു ഭീഷണിയായിരുന്നു ആ സാധനം. അണ്ണ എന്നെ പരിപാടി ചെയ്തു, അണ്ണ എന്നെ 9 ആഴ്ച ആക്കിയിട്ടുണ്ട്. അപ്പോൾ 9 ആഴ്ചയിൽ ഗർഭിണിയായി 9 ആഴ്ച ആവണമെങ്കിൽ അതിനും ഒരു 2 മാസം മുന്നേ അല്ലെ 2 ആഴ്ച മുന്നേ ഒക്കെ പരിപാടി നടന്നതാണ്. എന്നാൽ അതിനും മുന്നേ ഒരു പ്രണയത്തിലായിരുന്നിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞ് കണക്കെടുത്ത് നോക്കുമ്പോൾ മറ്റേ അന്ന് നീലക്കുയിലിൽ വന്ന 4 വർഷം കണക്കാണ്. ഏത് കണക്ക്? 4 വർഷം മുന്നേ ഇവർ പ്രണയത്തിലായിരുന്നു. ഐ തിങ്ക് 4 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇവർ പ്രണയത്തിലായിരുന്നു. ആര്? ബിഗ് ബോസിൽ സജിനയും നൂറയും ഭർത്താവും ഭാര്യയുമായിട്ട് കളിക്കുന്ന സമയത്ത്, ഗെയിം കളിക്കുന്ന സമയത്ത് റസൂൽ പൂക്കുണ്ടിയായിട്ട് ഇവർ തമ്മിൽ കണക്ഷൻസിലായിരുന്നു. അതേ ഉള്ളൂ അഭിഹിതം. അതായത് റസൂൽ പൂക്കുട്ടിയും സജിന ഫിറോസ് അല്ല, ഇപ്പോൾ സജിന നൂർ അഭിഹിതത്തിലായിരുന്നു. രണ്ടുപേരുടെ അഭിഹിതം വലിയ ആഘോഷമാക്കി എടുത്തും കൊണ്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്ത് സജിന വിചാരിച്ച് ഇപ്പോൾ റസൂൽ പൂക്കുണ്ടിയുടെ കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും എടുത്ത് വെച്ച് അമ്മാനമായിട്ട് കൺഗ്രാജുലേഷൻ പറയുന്നു. മോഞ്ചി പോയി സുഹൃത്തുക്കളെ. പോട്ടെ. എന്തായാലും ഫിറോസ് ഭായ് പറഞ്ഞതുപോലെ കർമ്മ. ഫിറോസെ, നീ കാട്ടുകോഴിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആണുങ്ങളായ കുറച്ച് കോഴിത്തനൊക്കെ കാണും, പെണ്ണുങ്ങളായാലും കുറച്ച് കോഴിത്തനൊക്കെ കാണും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് പൊറപ്പിച്ചുകൊണ്ട് നടക്കില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. അത് കഴിഞ്ഞ് പൊറപ്പിച്ചുകൊണ്ടിരുന്നാലാണ് നമുക്ക് കണ്ണന്തിരുവായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ 2 കോഴികളും കൂടി കാട്ടുകോഴികളായ മാറിയ ആ നിമിഷമായിരുന്നു അന്നേക്ക് ദിവസം, ജനുവരി 10, 12. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, ഡാറ്റ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, 2 കാട്ടുകോഴികളും കൂടി കോഴിത്തനങ്ങൾ കാണിച്ച്. പക്ഷെ ഇവിടെ ഫിറോസിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നിൻ്റെ കയ്യിൽ നിൻ്റെ പെണ്ണുമ്പിള്ള ഇരിക്കുന്ന സമയത്ത് വേറൊരുത്ത റൂട്ട് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ നിൻ്റെ കഴിവ് കേടും അവൻ്റെ കഴിവും ഒന്നും പറയാനില്ലാതാ. മറ്റേ ബിഗ് സല്യൂട്ട്, തുപ്പലിറങ്ങണം. ബിഗ് സല്യൂട്ട്, അഭിവാദ്യങ്ങൾ. അവിടെയാണ് നീ തീർന്നത് കേട്ടോ ഫിറോസ്. നിൻ്റെ കയ്യിലിരിക്കെ തന്നെ അവൾക്ക് വേറെ ബന്ധം. തീർന്നു. കഥം അവിഹിതം പൊക്കി. എന്തെല്ലാം ആവട്ടെ. എന്തായാലും ഫിറോസിന് അവിടെ കഴിവുകേടാണ് തെളിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ പറയും, നാളെ നിൻ്റെ ഭാര്യയെ പോകുമ്പോൾ നീ പഠിക്കൂടാ. എൻ്റെ ഭാര്യ പോയാൽ വഴിക്ക് അങ്ങ് പോകും. അല്ല പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നവനെ പോലെ കർമ്മ എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഭാര്യയെ എടുത്ത് ഞാൻ ആദ്യമേ കെട്ടുമ്പോഴേ പറയും, എടി നിനക്ക് വേറെ വല്ല ബന്ധം ഉണ്ടെങ്കിൽ നേരത്തെ പറയുക, കൂടും എടുത്ത് പോവുക. അല്ലാതെ എന്നെ വെച്ചും കൊണ്ട് മറ്റേ അടിത്തട്ട് പരിപാടി ചെയ്യരുതെന്ന് ആദ്യമേ ഞാൻ അങ്ങ് പറയും. ഞാൻ കെട്ടാണെങ്കിൽ കെട്ടുമെന്നൊന്നും അറിയത്തില്ല. ഐ ആം സിംഗിൾ യങ് സംഗ്. ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നു. ഓക്കെ, അപ്പോൾ സജിന നൂറയാണ് നമ്മുടെ വിഷയത്തിൽ ആള് പോസ്റ്റ് മുക്കിയിരിക്കുകയാണ്. സജിന നൂറയുടെ ലേറ്റസ്റ്റ് 100K അടിച്ചല്ലേ? ഇന്നലെ ഞാൻ നോക്കുമ്പോൾ 90 എത്രയേ ഉള്ളൂ. ഇപ്പോൾ 100K ഒക്കെ അടിച്ച്. നീ അരടി ചക്കര തക്കടുവാവ് 100K. റസൂൽ പൂക്കുണ്ടിയെ വച്ചാന്ത് 100K അടിച്ച് പൊളിക്ക് തന്നെ. നമുക്കിനി കുറച്ച് ഓൾഡ് ഏജ് സ്റ്റോറിയിലോട്ട് പോവാം. അതിനു മുന്നേ നമുക്ക് കടലമ്മ കറക്ക് റസൂൽ പൂക്കുട്ടിയെ കാണാം.
ബാക്കി കേക്കട്ടെ, കട്ടി എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും, പൈസ ഇട്ടൂലടേ. എന്തുവാടേ ഉണ്ടാ റസൂൽ പൂക്കുട്ടിയുടെ നോട്ടം കണ്ട, ആ കാമനോട്ടം, ആ കാമനോട്ടം. റസൂൽ പൂക്കുട്ടി ഒരു കാട്ടുകോഴിയാണെന്ന് പൊതുവേ കരക്കമ്പിയിൽ ഭയങ്കര സംസാരമാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, സജിന, നീ ചെയ്തിട്ടുള്ളത് ഉളത്തനമാണ്. ഭാര്യയും മക്കളും ഉള്ള ഒരുത്തൻ്റെ കൂടെ അവീതം ഉണ്ടാക്കാൻ നീ പോയി. നിനക്ക് ഇവിടെ ഭാര്യയും മക്കളുണ്ട്, നിനക്ക് പറ്റൂലെങ്കിൽ നിനക്ക് അവീതം ഉണ്ടാക്കണമെങ്കിൽ നീ റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോകണം. അതുപോലെ അപ്പുറത്ത് നീ ഉണ്ടാക്കാൻ പോയവനും ഒരു കുടുംബമുണ്ട്, അത് നീ മറന്നാണ് അവനെ നീ കട്ടെല്ലാം കറക്കി അടിച്ചു കൊടുത്ത്. അവർ ഡിവോഴ്സ്ഡ് ആയിരുന്നെങ്കിലും ഓക്കെ, ആര് റസൂൽ പൂക്കുട്ടി ഡിവോഴ്സ്ഡ്, നീ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ നീ ബന്ധം വച്ചാൽ ഓക്കെ. ഇത് അവനും ബന്ധമുണ്ട്, നിനക്കും ബന്ധമുണ്ട്, എന്നിട്ട് അവിഹിതം വെച്ചിട്ട് ഇന്ന് അഭിമാനത്തോടെ എടുത്തിട്ടിരിക്കണം. വഴിയിൽ കിടക്കുന്ന റോഡരി കിടന്ന പിച്ചക്കാരനായിരുന്നെങ്കിൽ നീ ഇത് അഭിമാനത്തോടെ ഇടുവട്ടെ. റസൂൽ പൂക്കുട്ടി ആയതുകൊണ്ടല്ലേ നീ അങ്ങേർക്കിട്ട് ഹണി ട്രാപ്പ് ഉണ്ടാക്കിയത്. 3 കോടി ചോദിച്ച് 3 കോലി വല്ലതും തരാത്തത് കൊണ്ട് നൈസായിട്ട് ഭീഷണി. റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. അത് തന്നെയാണ് ലിറ്ററലി അവിടെ നടക്കുന്നത്. കാണുമ്പോൾ അത് പൊട്ടനും മനസ്സിലാവും. ഓക്കെ, അല്ലാതെ റസൂൽ പൂക്കുട്ടി അഭിമാനത്തോടെ അക്സെപ്റ്റ് ചെയ്ത ഒരു കഥയൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു കാര്യവും അല്ല. ഓക്കെ, അങ്ങേരുടെ അവിഹിതത്തിലുണ്ടായി, നിനക്ക് നിൻ്റെ അവിഹിതത്തിലുണ്ടായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒരിക്കലും ജനിക്കാൻ പോകുന്നൊരു കൊച്ചിനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ കമൻറ്റ് ബോക്സുകളിൽ അടക്കം കണ്ട് ഇതിൽ ഇപ്പം എത്ര അമ്മ എത്ര അച്ഛൻ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ കേൾക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ? നീ തന്നെയാണ് വരുത്തി വെച്ചത് സജിന. ഓക്കെ, നീയും റസൂൽ പൂക്കുട്ടിയും കൂടി അവിഹിതം അടിച്ച് അതിലൊരു മണിമുറ്റത്താവണിപ്പന്തൽ അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പണയാനില്ല. പൂക്കുറ്റി ആരാ കുറ്റി നോക്കട്ടെ. മാസ് ബെൻസഡേ. ഇങ്ങനെ 3 കോടി ചോദിച്ചാൽ കുഴപ്പമില്ല, പൈസ ഉണ്ടല്ലോ, വേറെ ലെവലല്ലേ, ഇത്രയും പൈസ ഉള്ള ആളല്ലേ. അപ്പോൾ കുറച്ച് 3 കോടിയോ 4 കോടിയൊക്കെ ചോയര് ചിലപ്പോൾ കിട്ടിയല്ല. പക്ഷേ അങ്ങേരെ ഭാര്യയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്, അതുപോലെ മക്കളുടെ അവസ്ഥ, അതുപോലെ നിനക്ക് 2 മക്കൾ. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നിനക്കും നിൻ്റെ ചോരയിൽ പറഞ്ഞ മക്കളുണ്ട്. നാളെ ആ മക്കളടക്കം സമൂഹത്തിൽ വാഴ്ത്തപ്പെടാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നീ കൊണ്ട് റസൂൽ പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്തി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ആ പോസ്റ്റ് ഇട്ടപ്പോഴും നാളെ നിൻ്റെ മക്കളടക്കം അത് ഫേസ് ചെയ്യേണ്ടി വരും. ഏത് ആ പേര് ആ മക്കളുടെ അമ്മ, നിൻ്റെ അമ്മ മറ്റവൻ്റെ അവിടെ പോയതല്ലേ, റസൂൽ പൂക്കുട്ടിയുടെ അവിടെ. നിൻ്റെ അമ്മ എന്നെ ഫോട്ടോ എടുത്തിട്ടില്ലേ? ഇങ്ങനെ പലതും ഫേസ് ചെയ്യേണ്ടി വരും മോളെ. സജിന നൂറേ, നീ 3 കോലിക്ക് വേണ്ടിയിട്ട് നിൻ്റെ മക്കളുടെ ഭാവി അടക്കം നീ തൊലച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതുപോലെ ഫിറോസ് ഭായ്, കർമ്മ എന്നിരുന്ന് വിളിക്കാതെ കുർമയും കഴിച്ചു കൊണ്ട് കമന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഭാര്യ പോയത്. കഴിവ് കേട്, അല്ലാതെ ഒന്നും പറയാനില്ല. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുന്നേ കിടന്ന് മെഴുകിയില്ലേ സജിന, നീ വിചാരിക്കുന്ന എന്താ? നിന്നെ നാട്ടുകാരെല്ലാം കൂടി എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണോ? സപ്പോർട്ട് ചെയ്യും. കോപ്പ് ഇവളെ വിചാരം അതായിരുന്നു. ഇങ്ങനെ സാധനം ഇടുമ്പോൾ എല്ലാവരും എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് സജിന നൂറ വെൽ ഡൺ റസൂൽ പൂക്കുട്ടിയുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതായിരിക്കും വിചാരിച്ചത്. നാട്ടുകാർക്ക് പുച്ഛമാണ് സത്യം. സായിയൊക്കെ ഒന്ന് കളിയാക്കിയാൽ വന്നിട്ട് അതുപോലും മനസ്സിലായിട്ടില്ല, എന്നിട്ട് ലൈക്ക് അടിച്ച് വെച്ചിരുന്നൊന്നുമാണ്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ് മുക്കിയല്ലോ, ഞാൻ ന്യായമായിട്ട് സംസാരിക്കത്തുള്ളൂ. റസൂൽ പൂക്കുട്ടിയാണെങ്കിൽ പൂക്കുട്ടി. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, ഫിറോസ് ആയാലും സജിന ആയാലും പൂക്കുട്ടിയായാലും എല്ലാ കുട്ടികളും കണക്കാണ്, നല്ല 1-ാം തരം പൂത്തിരികളാണ് എല്ലാം. അതാണ് ഇവിടെ തെളിഞ്ഞത്. സജിന ഉളുപ്പില്ല, എനിക്ക് ഉളുപ്പ് ചോദിക്കുന്നില്ല. സത്യം എനിക്ക് പുച്ഛമാണ് തോന്നിയത്, ഇങ്ങനെ ഒരു പോസ്റ്റ് വിട്ട് വലിയ അഭിമാനത്തോടെ വന്നിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ട്രാക്ക്. പൂക്കുറ്റിയുടെ അടുത്ത് ദുട്ട് ചോദിച്ച് പൂക്കുറ്റി തരൂല പടി എന്ന് പറഞ്ഞപ്പം തരൂലേടാ നീ തരൂലേ തരൂലല്ലേ, ഇപ്പം ശരിയായി തരാടാന്ന് പറഞ്ഞുകൊണ്ട് 9 വീക്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് അത് ഉള്ളതാണോന്നും അറിയത്തില്ല കേട്ടാ, നമുക്കറിയത്തില്ല. ചുമ്മാര് പോസ്റ്റിട്ട് പൂക്കുട്ടിയെ തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കുറ്റിയുടെ ഗർഭം എന്ന് പറയുമ്പോൾ അഭിമാനമല്ലേ, റസൂൽ പൂക്കുറ്റിയുടെ ഗർഭം തല്ലേ നീ പൊളി. എന്തായാലും കുറച്ച് കാലം മുമ്പേ കൊണയടി കേൾക്കാം. സൗണ്ടും ഇല്ല. ഇതാണ് നമ്മളൊരു പരിപാടിക്ക് വരാത്ത സൗണ്ട് കാണൂല അപ്പോൾ. കേൾക്കാടി, വാ 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 വാ. ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ, എന്ത് മോശമാണ്. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, എനിക്ക് മുന്നോട്ടൊരു വേറൊരു മാർഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനായി, അതിനകത്തൊരു കുഞ്ഞ്, 2ാമത്തെ ലൈഫ് ഇങ്ങനായി, അതിനകത്തൊരു കൈക്കുഞ്ഞായി. ഇപ്പോഴും 3ാമത്തെ ലൈഫ് അവിഹിതം ലൈഫ്, അതും ഒരു കിണ്ടിയായി. ഇതാണ് അവസ്ഥ. ഒന്നും പറയുന്നില്ല, നീക്കെ തന്നെ നിന്റെയൊക്കെ കുഴികൾ കുഴിക്കുന്നടേ. എന്തോന്നടേ ഇത് എടേ സ്ഥലേ, ഞാനിത് പറഞ്ഞ പച്ച തെറിയായിപ്പോ. കേട്ടപ്പോൾ തന്നെ ഈ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ, വല്ലാത്ത അവസ്ഥയുടെ. എന്തായാലും പറ, അത് മറ്റേ ഹൈലൈറ്റ് സാധനമായിരുന്നു. പിന്നെ ചാച്ചി ഇവിടെ വൈറലായിട്ടിരിക്കുമ്പോ ഇപ്പൊ വൈറലുമാണ് രണ്ടുമാണ്. പറ. ഞാൻ
മാത്രമല്ല, ഞാൻ കാരണം കുറെ പേരുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂ. ഇതെന്താ ദൃശ്യം സ്റ്റൈലാ? മറ്റേ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എൻ്റെ ലൈഫിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറയുന്ന പോലെ. എന്തുവാ ഇത്? അപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ടല്ല നമ്മുടെ ലൈഫ് കുളം തോണ്ടിയത്, കുളമായതെന്നാണ് സജിന പറയുന്നത്. 4 വർഷം മുന്നേ ഉള്ള ബന്ധം പൂക്കുറ്റിയായിട്ട്. ഓക്കെ, അപ്പോൾ 4 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത്, അതായത് നിങ്ങളും ഫിറോസും തമ്മിൽ ഹാർഡ് കോറായിട്ടിരുന്ന ആ ഒരു ടൈമിൽ പൂക്കുണ്ടിയായിട്ട് ബന്ധം വെച്ചെങ്കിൽ സജിന ചെയ്തത് ചെറ്റത്തനം. ഓക്കെ, അത് നമ്പർ 1. പിന്നെ ഇപ്പോൾ ഒരു 9 ആഴ്ചയെന്ന് പറഞ്ഞിട്ടില്ലേ, അത് മറ്റേ ദിവ്യഗർഭമൊന്നും അല്ലല്ലോ. ഏത് പൂക്കുണ്ടിയുടെ ഫോട്ടോയല്ലേ വെച്ചത്? അപ്പോൾ എത്ര നാളുകൊണ്ടുള്ള പരിചയം? പിന്നെ നിങ്ങളും പൂക്കുറ്റിയായിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചോ? അല്ലെങ്കിൽ പൂക്കുറ്റി സിംഗിളാണോ? ഒരു കുടുംബം ഉള്ളവനല്ലേ പൂക്കുറ്റി? അതുപോലെ നിങ്ങളുടെയും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുന്നു, 2.5 വർഷമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നു. ഓപ്പോസിറ്റ് നിന്ന് പൂക്കുറ്റിക്ക് ഒരു ലൈഫുണ്ട്, അവിടെ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതെന്തെങ്കിലും കണക്കിലെടുത്തിട്ടാണോ നിങ്ങൾ അങ്ങേരുമായിട്ട് ബന്ധം വെച്ചത്? അങ്ങേർക്ക് നിങ്ങൾ വെറും അവിഹിതം, നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെയാണ്. എന്നിട്ട് കാശിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാക്ക് മെയിലും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഹണി ട്രാപ്പ്, പക്ക ഹണി ട്രാപ്പ്. അല്ലെങ്കിൽ നീ പോസ്റ്റ് മുക്കി എന്തിന്? ആൾക്കാർ അടിച്ച് കയറി കയറ്റി നിൻ്റെ ഉടായിപ്പോൾ മനസ്സിലാക്കി ആൾക്കാർ വലിച്ചു കയറി ഒട്ടിച്ചപ്പോൾ നൈസായിട്ട് പോസ്റ്റ് മുക്കി ഓടി. കണ്ടാൻ വഴി 4 വാക്ക് കേട്ടാ. കൂടുതൽ കണക്കല്ലേ, നമ്മൾ കുറേ കളി കണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു 2 വർഷത്തിന് മേളിലായി ഇവിടെ വായ്ത്താളം അടിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഏതൊക്കെ ഉടായ്പകൾ ഏതുവഴി സഞ്ചരിക്കുമെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടും അറിയാം. ഉടായ്പകൾ ഉടായ്പായ നമ്മളെടുത്ത് വേറെ ഉടായ്പ കൊള്ളാല്ലേ ഇത് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അണ്ണൻ്റെ അവസ്ഥ. മുണ്ണയായോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. അണ്ണൻ്റെ ഭാര്യ അണ്ണൻ്റെ കൈ ഇരിക്കുമ്പം തന്നെ വേറെ പോയി. എന്നിട്ട് അണ്ണ ഇപ്പുറത്തിരുന്ന് കുറുമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നാണക്കേടണ്ണ. ഉള്ള കാര്യം പറയാം, അണ്ണ ഉപദ്രവകാരിയാണെന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്തിനായാലും കൊള്ളാം അണ്ണ മൂഞ്ചി. സത്യം നാണം കെട്ട് കേട്ടോ. ഇവിടെ ഇപ്പം നഷ്ടം ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസിനാണ്. പൂക്കുണ്ടിക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കുറേ പൈസ കൊടുക്കുമ്പോൾ അത് സെറ്റിലാവും, അതങ്ങ് പോവും അതുവഴി. പൂക്കുണ്ടിക്ക് നാറ്റക്കേസ് വരാതിരിക്കാം. പക്ഷെ ഇവിടെ അണ്ണന് കഴിവില്ലെന്നേ നാട്ടുകാർ പറയൂ. അണ്ണൻ്റെ ഭാര്യ വേറെ പോയി അണ്ണൻ്റെ കയ്യിലിരിക്കുമ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അണ്ണന് കഴിവില്ലെന്ന് പറയും. നടക്കേടായി നമ്മളെ ഫിറോസ് ഭായിക്ക്. പോട്ട് നമുക്ക് പരിഹരിക്കാം. അണ്ണൻ പുതിയ വീഡിയോ ഇടണം, ഞാൻ വെയിറ്റ് ചെയ്യുക. എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. അതെ, വളരെയധികം മോശമാണ്. കുറച്ച് ഉളുപ്പുണ്ട്. എനിക്ക് അതിന് തന്നെ ചോദിക്കാമല്ലോ, കുറച്ച് ഉളുപ്പുണ്ട്. ഇല്ലെന്നറിയാം, എങ്കിലും വെറുതെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചോദിക്കണ്ട. നമ്മൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കണ്ട, അതിനുവേണ്ടി ചോദിക്കുക. കുറച്ച് ഉളുപ്പുണ്ടോ അതിനെനിക്ക്? നാണം കെട്ട ഏർപ്പാടുകൾ തന്നെ. എവിടെന്നോ ഇതൊക്കെ കുടയം പിടിച്ച് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്. അത് പോട്ട് 90 കെയിൽ നിന്ന് ഫോളോവേഴ്സ് ഇപ്പോൾ 100K അടിച്ചിരിക്കുന്നു. റസൂൽ പൂക്കുട്ടിയുടെ ഫോട്ടോയും പ്രഗ്നൻസി എടുത്തിട്ടതാണ്. ഇതാണ് ആൾക്കാരും കണക്ക്, ഇവള് നേരും കണക്ക്. ദൈവമേ, ഞാൻ കെട്ടുന്ന പെണ്ണ് ഇതുപോലെ ഒന്നും ആവില്ലേ? ഞാൻ പറയുന്നത് പോലെ ഏട്ടാ കോഫി, ഈ സെറ്റപ്പിലൊക്കെ നിന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കും? അതിലേട്ടാന്ന് വിളിച്ച് സ്നേഹത്തോടെ നിൽക്കുന്ന പാസമുള്ളൊരു പെണ്ണായിരിക്കണേ എൻ്റെ ഭാര്യ. അല്ലാണ്ട് ഇതുപോലെയുള്ള മൊണ്ണകളും കാട്ടുകഴിവേറികളും വന്ന് എൻ്റെ ജീവിതത്തിൽ കയറല്ലേ. ഞാനിരിക്കെ തന്നെ വേറെ അവൻ്റെയും കൂടെ പോയി കഴിഞ്ഞ് എനിക്ക് കഴിവില്ലെന്ന് നാട്ടുകാർ പറയും. അയ്യോ, കേൾക്കാവയ്യേ. അതിലേട്ടൻ ഞാൻ കട്ടയ്ക്ക് നിൽക്കും, കുതിരശക്തിയിടാ ബാ. എന്റെ ലൈഫില് എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും അയ്യോ ആണോ? കുഞ്ഞുങ്ങളെ ഓർത്ത് നാണക്കേടാണോ? ഓർത്ത് കരഞ്ഞതാണോ മോള്? അതുകൊണ്ടായിരിക്കും പൂക്കൊണ്ടിയിലുള്ള കിണ്ടി എടുത്ത് ഇന്നലെ ഇട്ടത്. എന്നിട്ട് നാട്ടുകാർ മൊത്തം തളക്കി വിളിച്ചപ്പോൾ ഓടി ഡിലീറ്റ് ചെയ്തിട്ട്. ഇത്രയേ ഉള്ളൂ നീയൊക്കെ കഥം. ഇത് ബാധിക്കുമെന്ന് പേടിച്ചിട്ട് മാത്രം എന്റെ റോവലിന് അവന്റെ പപ്പ ഇഷ്ടമാണ്. ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എന്റെ കുഞ്ഞിനെ ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാൻ ഇതെല്ലാം വെളി പറയാതെ മിണ്ടാതെ നില്ല്. കുഞ്ഞിനെ ഓർത്തെന്ന് നടന്ന് കൊണ അടിക്കുന്നുണ്ടല്ലോ. നിന്നെ കുഞ്ഞിനെ ഓർത്തിരുന്ന് നീ ഇമാതിരി അവീതം ഉണ്ടാക്കാൻ പോവായിരുന്നു. കുഞ്ഞിനെ വേർത്തുന്ന്. കുറേ പേര് ഇപ്പം പറയും അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് കൊണ അടിച്ചിട്ട് ജീവിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ളവന്മാരെ പൊട്ടന്മാരാക്കണ വർത്തന്മാരെ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഹണി ട്രാപ്പുകൾ നടത്തിക്കൊണ്ട് നടക്കുക ഓരോന്ന്. എന്നിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കൊണ അടിക്കുക. വല്ല തേങ്ങ അറിയാമോ ഈ കൊണ അടിക്കുന്നവർക്ക്? എനിക്കറിയാം, അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി നല്ല അതിനപ്പുറം കയറി എന്നെ ചൊറിയാൻ നിൽക്കുക. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അതാണ് നല്ലത് കേട്ടോ. നിയമപരമായിട്ട് പോകണം.
എന്നിട്ട് പൂക്കണ്ടീരെ കിണ്ടി എടുത്തോണ്ട് പോകണം കേട്ടാ. എൻ്റെ പൊന്നടാവേ, നിനക്കൊക്കെ നാണം. ഇല്ല സോറി എൻ്റെ തെറ്റ്. അത് ഞാൻ വീണ്ടും ചോദിക്കാൻ പാടില്ലായിരുന്നു. ബാക്കി പണ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ട് പുറകെ ഇയാൾക്ക് അറിയാൻ അറിയാല്ലേ, ഇയാൾ വെച്ചേക്കോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാള്. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്ക് ഇനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടി എന്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പുള്ളിയായിട്ട് നമ്മൾ പൊങ്ങിച്ചതോടെ പറയും, ഈ പുള്ളിക്കാരൻ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമോ 5 വർഷമോ അങ്ങനെ പറഞ്ഞു പോയല്ലേ. ആ പുള്ളിക്കാരനായിട്ട് എനിക്ക് ഇത്ര പരിചയമാണ് അല്ലേ, 4 വർഷം 5 വർഷം. അതാണ് ഇപ്പൊ വയറ്റിലായത്. ജസ്റ്റ് പൊങ്ങച്ചൻ പറഞ്ഞ് കളിച്ചതാ. കൊള്ളാം. ഗിയർ മാറട്ടാ ഞാൻ ഇവിടെ. ഫസ്റ്റ് ഇടാം, ഫസ്റ്റിൽ തന്നെ സെക്കൻഡ് ഇടാം, ഓടുമ്പോൾ ഇടാം. അതായിരിക്കും നല്ലത്. അയ്യോ, എന്നെ ഒന്നും വല്ല കാട്ട് കഴിവേറികളും വന്ന് കെട്ടി ജീവിതം തൊലയ്ക്കല്ലേ. ഞാനൊരു പാവം. ഇപ്പം ആൾക്കാർ പറയുന്ന ഞാനൊരു കുലപുരുഷനാണെന്ന്. ഞാൻ അങ്ങനെ ഒരു കുലപുരുഷനായിട്ട് ജീവിക്കുന്നവനാ. എൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ പൊന്നെ. 10 വർഷം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി 10 പിടിച്ചുള്ള ആൾക്കാരുടെ പറയല്ലേ ദേവി. അത് പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞാണുമായിരിക്കാം. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറിന് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞു. ഞാൻ മിണ്ടിയിട്ട് കൂടിയില്ല പുള്ളിക്കാരനത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ മിണ്ടാതെ വായിലൂടെ ആയിരിക്കും അവർ സഞ്ചരിച്ചത്. വായിലൂടെ തെറിപ്പിച്ചു വിട്ടു. പൂക്കുറ്റി 2 പൂക്കുറ്റി വിട്ടു കൊടുത്ത് തെറിച്ച് വന്നു വീഴുന്നു. ദിവ്യഗർഭം ഉണ്ടായി. കൊള്ളാം. അടുത്ത കഥ ബാക്കി പറ. ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെയിലിൽ ഒരു സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്കെയിലിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇന്ത്യയുടെ അല്ല, ഹെയർ ഇന്ത്യയോ ഹെയർ എക്സ്പ്രസോ അതിന്റെ നല്ലൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജ് ആയിട്ട്. അവളുടെ എല്ലാ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിന്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം. ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എന്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നീ കൊടുത്തി അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്. കാരണം ഇതിന്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറെ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എന്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ. ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങളും കൂടെ മനുഷ്യൻ, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരാളിനെ വലിച്ച്. അയ്യോ, ബാക്ക് ബോൺ ആണ് ഇപ്പം ഉൾബോണായി മാറിയത്. ഫുൾ മൂൺ. ഞാൻ പൊട്ടനെ ഒന്ന് ഇത്രയും ഒരു നികിഷ്ടമാക്കി വെച്ചത്. പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ശരിയാ, എന്റെ കയ്യിൽ നിന്ന് കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാൻ നിന്റെ ഒന്ന് പറ്റുന്ന തെറ്റാണ് സജന, നീ പറയടി മുത്തേ. ഞാൻ ചുമ്മാ അറിഞ്ഞിട്ട് ഇവള് കിടിലാണ്, സെറ്റാണ്. ഒരു വീഡിയോ കേട്ട് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടല്ലോ, അതിനാണ് ഇത് വിവാദമായി എന്ന് പറയുന്നു. പക്ഷെ അതിന് മുന്നേ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല. നോമൊന്നും അറിഞ്ഞില്ല. നോമ ഇവിടെ അല്ലായിരുന്നു. കൊള്ളാം. എന്തായാലും കഥാകുതയായിട്ടുണ്ട്. അവനവൻ കുരുക്കുന്ന കുരുക്കുകൾ അഴിച്ചെടുക്കുമ്പോ കുരുമാൽ വണ്ടി ഓട്. എന്തായാലും കൊള്ളാം. പൂക്കുട്ടി താമരപ്പൂ കാവഴത്തിലെ കമ്മൻ്റെട്ട് പൂക്കട്ടി. സജിനെ, കിടന്ന് മെഴുകരുത്. നീ മൂഞ്ചിയെന്ന് നിനക്ക് തന്നെ മനസ്സിലായി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഇന്നലെ ഇട്ട പോസ്റ്റ് കാരണം തന്നെ നിനക്ക് മനസ്സിലായി. നീ മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി. നാട്ടുകാർ നീ വിചാരിച്ചു പോലെ അല്ല. ബോധവും ബുദ്ധിയും അവരൊക്കെ ഉണ്ട്. ഒരു ഭാര്യയും മക്കളും ഉള്ള ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട് അവിഹിതം ഉണ്ടാക്കിയിട്ട്, സ്വന്തം ഭർത്താവിനെയും തേച്ചുകൊണ്ട് അവിഹിതം ഉണ്ടാക്കിയിട്ട് നീ നന്മ മരം. ഫിറോസ് ചെറ്റയാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ നന്മ മരമല്ല കേട്ടാ. അവൻ ചെറ്റയാണെങ്കിൽ അതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവനെ മാത്രം കുറ്റം പറഞ്ഞ് വലിയ വായ്ത്താളം അടിച്ചിട്ട് പോകുമ്പം സ്വന്തം കുറുകിലിരിക്കുന്ന കോടാലി വലിച്ചു വരാനൊന്ന് നോക്ക്. ആ കോടാലിയായിരുന്നു റസൂൽ പൂക്കുണ്ടി. ഇതെല്ലാം പൂക്കുണ്ടിയായിട്ടുള്ള നിന്റെ ബന്ധം ഡിം നീ തന്നെ തുറന്ന് കാണിച്ചു നാട്ടുകാരുടെ അടുത്ത്. ഇനി ഒന്നും അറിയാനില്ല. നാണമില്ലേ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ്റെ ജീവിതം പോയി കുളം തോണ്ടി ജീവിതം തൊലയ്ക്കാൻ? പൂക്കുട്ടിയുടെ ഭാര്യയുടെ അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആ മക്കളുടെ അവസ്ഥയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അതിനെയൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും നീ ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവിഹിത ബന്ധം അവിടെ പോയി ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടാ. ഞാനുള്ളത് പച്ചയ്ക്ക് തുറന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്നെ ആർക്കും പിടിക്കത്തില്ല. ഓക്കെ, അവിഹിത ബന്ധം അവിടെ പോയി ഉണ്ടാക്കിയിട്ട് നീ വന്നിരുന്ന് ന്യായീകരിക്കുന്നു. എന്നിട്ട് അങ്ങേരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ പോസ്റ്റ് ഇടുന്നു. നീ അല്ലാതെ എന്നാ കോപ്പിനാ പോസ്റ്റ് ഇട്ടേ? സത്യം, മഴ പെയ്യുന്നു, മതളം കൊട്ടുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായല്ലോ. എന്തിനാണ് അവൾ ആ പോസ്റ്റ് ഇട്ടേ? റസൂൽ പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇനിയും കാര്യങ്ങൾ ഞാൻ നീക്കുന്നത് പോലെ കരുക്കൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി തെളിവുകൾ കൂടി ഞാനിപ്പോൾ പുറത്ത് വിടും. ദേ പോയി ദാ വന്നു. ഇതാണ് സംഭവം. ഇത്
ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ 3 കോലിയുടെ കണക്ക് തെളിവുണ്ടാകാന്ന് ചോദിക്കുന്നു. തെളിവെന്തിന്? നമ്മളില്ലേ ഞാൻ താണേ എനക്ക് തെളിവ്, ഞാൻ താണേ എനക്ക് തെളിവ്. അത് പോട്ടെ, കരക്കമ്പില്ല ആരൊക്കെ പറയുന്നടേ. നമ്മൾ ഇങ്ങനെ കുശലം പറഞ്ഞ് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കെന്തോന്ന് ബന്ധം, നമ്മൾ പാവങ്ങളടേ, നമ്മൾ ഇവരെ പോലെ പൂക്കുണ്ടി ബന്ധമൊന്നുമില്ല നമുക്ക്. നമ്മൾ ഏതാ പോപ്പ ടീമുകൾ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പിടിയിട്ടുള്ളൂ. ചെറുക്കട്ടെ. എന്ത് മോളെ പോസ്റ്റ് മുക്കിയത്? റസൂൽ പൂക്കിട്ട് ഫിക്സ് ചെയ്ത് തന്നോ? പൈസ എല്ലാം കിട്ടിയെങ്കിൽ എനിക്കെന്താടേ? നമ്മൾ ചുമ്മാ ഇരിക്കണ്. ഒന്നുമില്ലേ നിങ്ങളെയൊക്കെ പറ്റി വല്ലതും പറയുന്നില്ലേ? റസൂൽ പൂക്കുട്ടിയാണ് നമുക്കും വല്ലതും എന്താ? ഓക്കെ, സെറ്റിൽമെൻറ്റ് ചെയ്തെങ്കിൽ അത് പറ, നമ്മൾ പിന്നെ വീഡിയോ ഇടില്ല. നിങ്ങൾ സെറ്റിൽമെൻ്റ് ആയല്ലോ, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ. ഞാനാണ് ഒന്നാതെ വെളിയിൽ വന്നിരുന്നാണ് വീഡിയോ ചെയ്യണത്. ആ ഒരു ക്രെഡിബിലിറ്റി എനിക്ക് കൊണ്ടുപോകണം മുന്നോട്ട്. നാട്ടുകാരെ കേൾക്കുമ്പോൾ വിചാരിക്കും വീട്ടിലോ വരാതെ വെളിയിലോ വരാതെ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.